അസ്സലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ഈ സോഷ്യൽ മീഡിയയിൽ ചില വ്യക്തികളെ കരയുന്നൊന്നും കാണാൻ പറ്റും. മുസ്ലിങ്ങൾക്ക് അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, കേരളത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കരച്ചിൽ കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു കരച്ചിൽ നിങ്ങൾ കാണുക ആദ്യം. എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് 12% സംവരണം കേരളത്തിൽ നൽകുന്നത്? 1980 മഡർ കമ്മീഷൻ പുറത്തു വന്നു. 80 പഠനം ആണ് മുസ്ലിങ്ങൾ കേരളത്തിൽ പിന്നോക്കം കാണുന്നത്. 45 വർഷം കഴിഞ്ഞിട്ടും അന്ന് പറഞ്ഞ ആ കാര്യത്തിൽ നിൽക്കുകയാണ് മുസ്ലിങ്ങൾ പിന്നോക്കം. എന്ത് പഠനമാണ് അതിനുശേഷം നടന്നിട്ടുള്ളത്? മുസ്ലിം സമുദായം എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും സാമുദായിക രംഗത്തും വ്യവസായിക രംഗത്ത് കാർഷിക രംഗത്ത് കച്ചവട രംഗത്ത് എല്ലാം വളരെ മുന്നേറ്റം നടത്തി എന്നുള്ളത് നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചയാണ്. അതിനൊരു പഠനത്തിന്റെ ആവശ്യമില്ല. സത്യം പറയാൻ ഒരു പഠനവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് എല്ലാ രംഗത്തും മുസ്ലിം സമുദായം മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ 12% സംവരണം അവർക്ക് കൂടെ ഉണ്ട്, അതും മതാടിസ്ഥാനത്തിൽ. ഈ കാര്യം എന്തുകൊണ്ട് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല? കരച്ചിൽ കണ്ടല്ലോ. ഇനി ഈ കരച്ചിലിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ സംവരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം അറിയണ്ടേ. പല ആളുകൾക്ക് അത് എന്താന്ന് പോലും അറിയില്ല. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനി എന്താ പറയുന്നുള്ളത് ആദ്യം ഒന്ന് കേൾക്കുക. കേരളത്തിലെ സംവരണത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകളും വ്യാജ പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നടക്കാറുണ്ട്. ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളും നിയമപരമായ വശങ്ങളും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. 1. എന്താണ് സംവരണം? എന്തുകൊണ്ടിത് നൽകുന്നു? സംവരണം എന്നത് ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു ദാനമോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ അല്ല. അത് പ്രാതിനിധ്യ ഉറപ്പാക്കലാണ്, റെപ്രസെന്റേഷൻ. ചരിത്രപരമായി വിവേചനം അനുഭവിച്ചവർ, വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്നവർ എന്നിവർക്ക് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃത്യമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഭരണഘടനയനുസരിച്ച് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 2. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് 12% സംവരണമുണ്ടോ? യഥാർത്ഥ കണക്ക് എന്താണ്? കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിന് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിലും സംവരണമുണ്ട്. എന്നാൽ അത് കേവലം ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നൽകുന്നതല്ല, മറിച്ച് OBC അതർ ബാക്ക്വേർഡ് ക്ലാസസ് മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകുന്നത്. നരേന്ദ്രൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള പഠനങ്ങളിൽ കേരളത്തിലെ മുസ്ലിം സമുദായം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ സംവരണം നിശ്ചയിച്ചിട്ടുള്ളത്. യഥാർത്ഥ സംവരണ ശതമാനം. സംസ്ഥാന സർക്കാർ ജോലികളിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് മുസ്ലിം വിഭാഗത്തിന് 12% സംവരണമുണ്ട്. കേരളത്തിൽ ആകെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് OBC 12% സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് നമ്മുടെ മുസ്ലിങ്ങളെ വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എവിടെ നിങ്ങൾക്ക് കാണാൻ കിട്ടും? ഒന്ന് പോയി നോക്ക്. 12% പോയിട്ട് 3% പോലും ഉണ്ടാവില്ല. 10%വും പട്ടികജാതി പട്ടികവർഗ ഓഫ് വിഭാഗങ്ങൾക്ക് 10%വുമാണ് സംവരണം. പ്രൊഫഷണൽ കോളേജ് പ്രവേശനം ഉദാഹരണത്തിന് മൈനസ് സ്കീം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുസ്ലിം വിഭാഗത്തിന് 8% സംവരണമാണുള്ളത്. ഒരു പ്രധാന കാര്യം, മുന്നാക്ക വിഭാഗങ്ങളിലെ ജനറൽ കാറ്റഗറി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി 10% സാമ്പത്തിക സംവരണം EWS നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിനു മാത്രമായി ഇവിടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. 3. എന്തുകൊണ്ടാണ് ചിലർ ഇത്തരം കുത്തിത്തിരിപ്പ് വീഡിയോകൾ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ ആളുകളെ വിഭജിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ചില ഗ്രൂപ്പുകൾ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. അതിന് അവർ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങൾ ഇവയാണ്. അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിക്കുക. മുസ്ലിങ്ങൾക്ക് 12% സംവരണമുണ്ട് എന്ന് മാത്രം പറയുമ്പോൾ അത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന തോന്നലുണ്ടാക്കാം. എന്നാൽ ഇതേ രീതിയിൽ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളായ ഈഴവ 14%, വിശ്വകർമ്മ, മറ്റ് OBC വിഭാഗങ്ങൾ എന്നിവർക്കും മുന്നാക്കക്കാരിലെ പാവപ്പെട്ടവർക്കും 10% ഒക്കെ ഇവിടെ കൃത്യമായ സംവരണമുണ്ട് എന്ന കാര്യം ഇവർ മറച്ചുവെക്കും. വർഗീയ ധ്രുവീകരണം. വ്യൂസും ലൈക്കുകളും നേടാനും രാഷ്ട്രീയ ലാഭങ്ങൾക്കും വേണ്ടി ജനങ്ങൾക്കിടയിൽ പരസ്പരം ഭയവും വിദ്വേഷവും ഉണ്ടാക്കുക എന്നതാണ് ഇത്തരം വീഡിയോകളുടെ പ്രധാന ലക്ഷ്യം. മെരിറ്റ് അട്ടിമറിക്കപ്പെടുന്നു എന്ന വ്യാജവാദം. സംവരണം വഴി വരുന്നവർക്ക് യോഗ്യതയില്ല എന്ന തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ സംവരണ വിഭാഗത്തിൽപ്പെട്ടവരും കൃത്യമായ കട്ട് ഓഫ് മാർക്കും യോഗ്യതകളും നേടിയാണ് വരുന്നത്. സംഗ്രഹം. കേരളത്തിൽ നിലവിലുള്ളത് സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ജനാധിപത്യപരമായ സംവരണ രീതിയാണ്. എല്ലാ പിന്നാക്ക മുന്നാക്ക വിഭാഗങ്ങളിലെയും അർഹരായ ആളുകൾക്ക് നിയമപരമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. വസ്തുതകൾ ഇതായിരിക്കെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ചിലർ ഇത്തരം കരച്ചിൽ വീഡിയോകളുമായി വരുന്നത്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ഇത്തരം വ്യാജ പ്രചാരണങ്ങളുടെ പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, പിന്നെ പല ആളുകളും വിചാരിക്കുന്ന ഈ സംവരണം എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതാണെന്ന്. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഒട്ടുമില്ല. സംവരണത്തിലൂടെ ആർക്കും ഇവിടെ ക്യാഷ് ആയിട്ട് പണം വെറുതെ കൊടുക്കുന്ന ഒരു പരിപാടിയും കേരളത്തിലോ ഇന്ത്യയിലോ നിലവിലില്ല. ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വ്യാജ പ്രചാരണമാണ്.
ഇത്തരം തെറ്റായ ധാരണകൾ തിരുത്താൻ ഇതിന്റെ കൃത്യമായ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് താഴെ പറയുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം. 1. സംവരണം എന്നാൽ എന്താണ്? മുൻപ് സൂചിപ്പിച്ചതുപോലെ സംവരണം എന്നത് പണം കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. അത് സർക്കാർ ജോലികളിലും കോളേജ് സീറ്റുകളിലും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കൃത്യമായ അവസരം, സീറ്റുകൾ ഉറപ്പുവരുത്തുന്ന ഒരു നിയമ സംവിധാനമാണ്. ഒരു സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ കോളേജ് അഡ്മിഷൻ എടുക്കുമ്പോഴോ ഉള്ള സീറ്റുകളുടെ വിഭജനത്തിൽ മാത്രമാണ് സംവരണം വരുന്നത്. അല്ലാതെ മാസം തോറുമോ അല്ലെങ്കിൽ ഒറ്റത്തവണയായോ ആരുടെയും അക്കൗണ്ടിലേക്ക് സർക്കാർ സംവരണത്തിന്റെ പേരിൽ പണം അയച്ചു കൊടുക്കുന്നില്ല. 2. എല്ലാവരെയും പോലെ ശമ്പളവും ഫീസും. ജോലിയിൽ സംവരണം വഴി ഒരാൾക്ക് സർക്കാർ ജോലി ലഭിച്ചാൽ അയാൾ അവിടെ സൗജന്യമായി ഇരുന്ന് ശമ്പളം വാങ്ങുകയല്ല ചെയ്യുന്നത്. മറ്റെല്ലാ ജീവനക്കാരെയും പോലെ കൃത്യമായി ജോലി ചെയ്താൽ മാത്രമേ അയാൾക്കും ശമ്പളം ലഭിക്കൂ. ആ ശമ്പളം സംവരണ ആനുകൂല്യമല്ല, അയാളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. വിദ്യാഭ്യാസത്തിൽ സംവരണ സീറ്റിൽ കോളേജിൽ കയറുന്ന ഒരു വിദ്യാർത്ഥിയും അവിടെ പഠിക്കാനുള്ള ഫീസും മറ്റ് ചിലവുകളും സ്വന്തമായി തന്നെയാണ് വഹിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ വളരെ പാവപ്പെട്ടവർക്കോ ഉള്ള പൊതുവായ ചില സ്കോളർഷിപ്പുകൾ ഒഴിച്ചാൽ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ആർക്കും ഫീസ് ഇളവോ സൗജന്യ പഠനമോ ലഭിക്കുന്നില്ല. 3. സ്കോളർഷിപ്പുകൾ സംവരണമല്ല, അത് എല്ലാവർക്കുമുണ്ട്. ചിലർ സ്കോളർഷിപ്പുകളെ സംവരണവുമായി കൂട്ടിക്കുഴക്കാറുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായമായി സർക്കാർ നൽകുന്നതാണ് സ്കോളർഷിപ്പുകൾ. കേരളത്തിൽ മുസ്ലിം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലൊന്നും പറഞ്ഞു പോകുന്നില്ല, വീഡിയോ ഒരുപാടാവും, ആളുകൾ കാണില്ല. അപ്പം വിഷയം സിമ്പിളാണ്. പുള്ളിക്കാരനൊക്കെ മുസ്ലിങ്ങളോട് വല്ലാത്തൊരു അസൂയാണ്. ഇപ്പം എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസം എടുത്തിട്ട് പല രീതിയിലും ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ വരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം ഇവർ തന്നെയാണ്. കാരണം വെറും മദ്രസ പൊട്ടന്മാരാക്കിയിട്ട് ഇവരെ ചിത്രീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് ഗൾഫിലെത്തിയിട്ട് അവർ അവിടെ നിന്ന് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് മക്കളെ അവരെന്ത് ചെയ്തു, പഠിപ്പിച്ചു. അവർക്ക് മനസ്സിലായി ഇനി മദ്രസയ്ക്ക് മാത്രം വിട്ടാൽ പോരാ, നമുക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം എടുക്കണമെന്ന്. പിന്നെ നിങ്ങൾ മുസ്ലിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെല്ലാം സ്വയം തൊഴിലാണ് ആദ്യം കണ്ടെത്തുക. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് മുന്നേറാൻ കഴിയുന്നത്. അതിന് അസൂയപ്പെട്ടൊരു കാര്യമില്ല. രണ്ടാമത്തത്, 100% മുസ്ലിങ്ങളുള്ളതിൽ 5% മാത്രമേ കള്ളും കഞ്ചാവിനും പെട്ടുകയുള്ളൂ. കുറേ ആൾക്കാർ ഓരോന്നിനും ഈ 5% ചെയ്യുന്ന തെറ്റുകളൊക്കെ എടുത്തിട്ട് എല്ലാ പേജിലും അളക്കും. അപ്പോൾ മുസ്ലിങ്ങളെല്ലാം എങ്ങനെയാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് വരുത്താനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ ഇവർക്ക് 95%, ഇവർ ഈ മുസ്ലിങ്ങൾ 95% കള്ളുകൂടി ഹറാമാണ്, കഞ്ചാവ് ഇങ്ങനത്തെ പരിപാടിയിലൊന്നും പെട്ടുപോകില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായിട്ട് കുടുംബം നോക്കുകയും ചെയ്യും. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയിട്ട് 10 കാശ് ഉണ്ടാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വരും. അപ്പം ഇതൊക്കെ കാണുമ്പോൾ കള്ള് കഞ്ചാവ് എന്ന് വേണ്ട, കുടുംബം നോക്കാതെ തോന്നിയ പോലെ റോട്ടിലൊക്കെ കള്ളു കുടിച്ച് കിടക്കുന്ന ഒരുപാട് ടീമുകളെ കാണാൻ പറ്റും. ഒരു 60-70% അതന്നെ അവസ്ഥ. അപ്പോൾ പണിക്കും പോവില്ല, ഭാര്യനെ പണിക്ക് വിടും. ഇല്ലേ, നിങ്ങൾ മുസ്ലിങ്ങളെ ഭാര്യയെ പണിക്ക് വിടുന്നത് കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവമുള്ള, അതും പഠിച്ച് നല്ല ലെവലിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 3%, 4% മാത്രമേ മുസ്ലിങ്ങളുടെ ഭാര്യമാരെ പണിക്ക് വിടുകയുള്ളൂ. അതും അത്രയും തോന്നിവാസം നടന്നാൽ പറയില്ല. ഈ കള്ള് കഞ്ചാവ് കുടിക്കുന്ന കുടുംബത്തിൽ പെണ്ണുങ്ങൾ പണിക്ക് പോകേണ്ട ഒരു അവസ്ഥയിൽ പോകും. കാരണം ഇവന്മാർ പണിക്ക് പോയില്ലേ, കള്ള് ഫുൾ ടൈം കള്ളു കുടിച്ച് നടക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ മുസ്ലിങ്ങളിൽ വളരെ കുറവാണ്. ചെറുപ്പത്തിന് തന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യും. അത് എന്തുമായിക്കട്ടെ, ഇനി ഒരു വഴിയോരത്ത് കച്ചവടമായാലും, ഇനി ഒന്നുമില്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു സൈക്കിൾ എടുത്തൊരു വട്ടി എടുത്തിട്ട് മീൻ കച്ചവടത്തിനെങ്കിൽ പോയി 10 കാശുണ്ടാക്കും. ഇതൊന്നും ഇവന്മാർ ചെയ്യില്ല. എന്നിട്ട് ഇവിടെ കടന്നിട്ട് കുരു പൊട്ടി അസൂയ വന്ന്, എന്തിനാണ് അത്ര നിങ്ങൾക്ക് അസൂയ? ഇത് ഞാൻ ആരെയും മെൻഷൻ ചെയ്ത് പറയുന്നല്ല. ഇതുപോലെയുള്ള നാറികൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇത്രയും തലച്ചോറില്ലല്ലോ, ഇത്രയും അസൂയ പിടിച്ച മനുഷ്യന്മാരാണ് അതോട് ആലോചിക്കുന്നത്. എടാ, നിങ്ങൾ പണിക്ക് പോയി 10 കാശുണ്ടാക്കടാ, എന്നിട്ട് നിങ്ങൾ എല്ലാ മേഖലകളിലേക്കും വാ. അതായത് മുസ്ലിങ്ങൾ ഇതിൻ്റെ അകത്ത് വരാതെ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതാരാ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത്രയ്ക്കും ചെയ്തിട്ട് പോലും വീണ്ടും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എടുക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായ, വിദ്യാഭ്യാസം എടുക്കുകയാണ്, പിന്നെ ജോലിക്ക് പോവുകയാണ്, പൈസ ഉണ്ടാക്കുകയാണ്. പല രീതിക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള അധ്വാനം. പല ആളുകളും പല രീതിയിലുള്ള ഇതും പറയും. ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ അതൊക്കെ വെറും 1% ഉണ്ടാവുള്ളൂ. അതിൽ ചിലപ്പോൾ നേതൃത്വം നൽകുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ടോട്ടല് പറയാൻ പോയി കഴിഞ്ഞാൽ അസൂയപ്പെടാതിരിക്കുക, അസൂയ കുറച്ച് മാറ്റി വെക്കുക, മനുഷ്യനെ മനുഷ്യരായി കാണുക. ഈ ലോകത്ത് എല്ലാവരും ജീവിക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അവസരം ഉണ്ടാകണം. മതത്തിൻ്റെ പേരിലും ജാതിൻ്റെ പേരിലൊന്നും ഈ രീതിയിൽ വിഷം തുപ്പരുത്. മനസ്സിലായോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക.